Good morning. Okay, good morning. എല്ലാവരും എനിക്ക് കയറിക്കോളൂ കേട്ടോ ക്ലാസ്സിൽ. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് മഴയൊക്കെ അവിടെ? നല്ല മഴയുണ്ടല്ലോ അവിടുത്തും? നല്ല മഴയാണ് മാം. മഴയുണ്ടല്ലേ? ഓക്കെ ഓക്കെ. എല്ലാവരും ചായയൊക്കെ കുടിച്ചില്ല? ഇപ്പില്ല അല്ലേ? ഓക്കെ ഓക്കെ, കുറഞ്ഞു. ഇവിടെയും കുറഞ്ഞു, എറണാകുളത്തും കുറഞ്ഞു മഴ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ചായയൊക്കെ കുടിച്ചില്ലേ എല്ലാവരും? ഓക്കെ ഓക്കെ ഓക്കെ, ചായ കുടിച്ചു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഞാൻ കഴിച്ചു, ഞാൻ ചായ കുടിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ പുതിയ ചാപ്റ്റർ ഇതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. മൊഡ്യൂൾ 3 ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നിങ്ങളുടെ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു 46 ആണെന്ന് തോന്നുന്നു അല്ലെ? 46ാമത്തെ ചാപ്റ്റർ ആയിട്ടല്ലേ നിങ്ങളുടെ എടുക്കുന്നത്? നോക്കിയേ. ഓക്കെ, 46 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത് തുടങ്ങാം. ഓക്കെ, ഞാനൊന്ന് ഓൾ മ്യൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാനേ. തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പോ ചാപ്റ്റർ നമ്പർ 46 ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? നമ്മൾ പഠിക്കുന്ന കോഴ്സാണ് അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ അൺമ്യൂട്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. മാർട്ടിൻ ചാപ്റ്റർ നമ്പർ 46 ആണ് കേട്ടോ. 46 ആണ്, മൊഡ്യൂൾ 3 ചാപ്റ്റർ ആണ്. പറയൂ, പാനൊന്നും പറയണ്ടില്ലേ? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നിങ്ങൾ പഠിക്കുന്ന കോഴ്സാണ് അല്ലെ? പറഞ്ഞോളൂ, സാധ്യത പറഞ്ഞോളൂ. ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ്. ഇനി വേറെ ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും പറഞ്ഞു? ഐശ്വര്യ പറഞ്ഞു. സെക്ഷനിലുള്ള എല്ലാ കാര്യങ്ങളുമാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, അതും കറക്റ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? ഓക്കെ, അതും കറക്റ്റ് ആണ്. പിന്നെ വേറെ ആർക്കെങ്കിലും കോർഡിനേഷൻ ചെയ്യുന്നത്? ഓക്കെ, രാധിക മെസ്സേജ് ചെയ്തിട്ടുണ്ട്, കോർഡിനേഷൻ ചെയ്യുന്നത്, അതും കറക്റ്റ് ആണ് കേട്ടോ. എല്ലാ വിഭാഗങ്ങളെ എല്ലാ വകുപ്പുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? കോർഡിനേറ്റ് ചെയ്യാണ് അല്ലെ? അല്ലെ? ഏകോപനത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതും ഒരു അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. പിന്നെ വേറെ ആർക്കെങ്കിലും ആർക്കൊരു ഒന്നും തോന്നുന്നില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? എന്തായാലും കുഴപ്പമില്ല, എന്താണെങ്കിലും പറഞ്ഞു, പ്രശ്നമില്ല. നമുക്കിവിടെ എല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറയാം. ആർക്കൊന്നും പറയാനില്ല? ഓക്കെ, ആതിര രാജ്, എന്താണ്? ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന നിങ്ങളാണ് ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. രാധിക പീപ്പിൾ മാനേജ്. ഓക്കെ, പീപ്പിൾ മാനേജ് ചെയ്യുന്നു, ആളുകളെ മാനേജ് ചെയ്യുന്നു, എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ പറയുന്നത് എല്ലാം തന്നെ കറക്റ്റ് ആണ്. ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ ചെയ്യാനായിട്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കുമില്ല? ഓക്കെ, എന്നാ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്? ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാട്ടോ. ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ പറഞ്ഞല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. പിന്നെ നമ്മൾ എന്തിനാണ് ഈ അല്ലാണ്ടുള്ള ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്? ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ മാത്രമല്ലല്ലോ. അല്ല ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ മാത്രമല്ല, പക്ഷെ ഇതിലെ എല്ലാം ഹോസ്പിറ്റലിൽ നടക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും നമുക്ക് ജോലി കിട്ടാം. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ നമുക്ക് ജോലി കിട്ടും. അപ്പൊ അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. എന്നാലല്ലേ നമുക്കത് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരിയല്ലേ?
ഒരു ബ്ലഡ് ബാങ്കിനെ കുറിച്ച് അറിഞ്ഞാലാണ് അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയണ്ടേ നമ്മള്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്ററുകളൊക്കെ പഠിക്കുന്നത്. ഓക്കെ, നല്ല ചോദ്യം. നമ്മൾ എന്തിനാ ഇതൊക്കെ പഠിക്കണം? അഡ്മിനിസ്ട്രേഷൻ മാത്രം പഠിച്ചാൽ മതിയോ? ഇല്ല, നമ്മളെല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളൊന്നും ഡീപ്പായിട്ടല്ല പഠിക്കുന്നത്. ഇപ്പൊ ബ്ലഡ് ബാങ്ക് പഠിക്കുകയാണെങ്കിലും ലേബർ റൂം പഠിക്കുകയാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ പഠിക്കുകയാണെങ്കിലും അവിടെ എല്ലാം അവിടുത്തെ നടക്കുന്ന അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം അല്ലെ. എന്നാൽ മാത്രം അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിവുണ്ടായാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓൾ മ്യൂട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ക്ലിനിക് ആവാം അല്ലെ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തുമാവാം അല്ലെ, അങ്ങനെ ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാമാണ്, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു ആശുപത്രിയുടെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ മാനേജ്മെന്റും മറ്റെല്ലാ പ്രവർത്തനങ്ങളുമാണ് അവിടെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന ഏതൊരു വിഭാഗത്തിനും അഡ്മിനിസ്ട്രേഷൻ, അതിപ്പോ ഹോസ്പിറ്റലിന് മാത്രമല്ലല്ലോ, ഏതിനുണ്ട്? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അല്ലെ. ഏതൊരു സ്ഥാപനത്തിന് ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റലിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാവിധ എന്താ പറയാ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് അതിന്റെ ഒരു സാമ്പത്തിക അടിത്തറയുണ്ടല്ലോ, ആ ഒരു സാമ്പത്തിക അടിത്തറയിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ ആർക്ക് കൊടുക്കണം? പേഷ്യൻസിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് ആരാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, പറഞ്ഞു മനസ്സിലായി. അതായത് അവിടുത്തെ സാമ്പത്തിക ആ ഒരു അടിത്തറ നമ്മൾ നിലനിർത്തിക്കൊണ്ട്, അതൊരിക്കലും ഏതൊരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ ആർക്ക് കൊടുക്കണം? നമ്മള് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് ആരാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ആ ഒരു ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാനേജ്മെന്റും പ്രവർത്തനങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, ഒരു അഡ്മിനിസ്ട്രേഷൻ റോളുകൾ എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്, അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ റോളുകൾ എന്തൊക്കെയാണ്, ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കും. ഓക്കെ, അപ്പൊ ഒരു അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ആരായിരിക്കും? ആ ഒരു വിഭാഗം അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ. അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. ഇതിപ്പോ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല പഠിക്കുന്നത്. ഇനി മൊഡ്യൂൾ 4-നകത്ത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർ എന്നും പറഞ്ഞിട്ട് അത് തന്നെ ഒരു സ്പെഷ്യൽ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഫങ്ഷൻസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് വേറൊരു ചാപ്റ്ററും കൂടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് വരുന്നുള്ളൂ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലോട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. അഡ്മിനിസ്റ്റർ ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ആഡ് പ്ലസ് മിനിസ്ട്രയർ. എന്താണ് ആഡ് പ്ലസ് മിനിസ്ട്രയർ? ഇപ്പൊ ആഡ് ഇത് ഏത് വാക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ പദത്തിൽ നിന്നാണ് കേട്ടോ. ലാറ്റിൻ വേർഡ് ആണ്. ഇതാണ് ലാറ്റിൻ വേർഡ് ആഡ് പ്ലസ് മിനിസ്ട്രയർ എന്നാണ്. ഈ ആഡ് എന്ന് പറയുന്നത് ടു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. TO2 എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, അതിന്റെ അർത്ഥം ഇതാണ്: ടു കെയർ ഫോർ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ. ഒരു കോമയും കൂടി ഇവിടെ ഇടാം കേട്ടോ. ഒരു കോമ ഇടണേ. ടു മാനേജ് ദ അഫയേഴ്സ്. അങ്ങനെ 3 അർത്ഥമാണ് അവർ പറയുന്നത്. എന്തൊക്കെയാണ്? ടു കെയർ ഫോർ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, പിന്നെന്താണ്? ടു മാനേജ് ദ അഫയേഴ്സ്. എന്താണ് ടു കെയർ ഫോർ എന്ന് പറഞ്ഞാൽ? എന്താണ്?
പരിചരിക്കുക അല്ലെ. ടു കെയർ ഫോർ എന്താണ്? പരിചരിക്കുക. പിന്നെന്താണ്? ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ആരോ പറഞ്ഞ ഒരു കാര്യമാണ് അല്ലെ. ആളുകളെ എന്ത് ചെയ്യുക? പരിപാലിക്കുക അല്ലെ, അവരെ മാനേജ് ചെയ്യുക അല്ലെ, ആളുകളെ പരിപാലിക്കുക. പിന്നെന്താണ്? ടു മാനേജ് ദ അഫയേഴ്സ്, അതായത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ ആൻസറിൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ ആൻസറിനകത്ത് ഉണ്ടായിരുന്നു. ടു മാനേജ് ദ അഫയേഴ്സ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. ഇങ്ങനെ അർത്ഥം വരുന്ന ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്കുണ്ടായത്? അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഉണ്ടായത്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, പഠിച്ചു വെക്കണം. അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡ് അഡ്മിനിസ്റ്റർ, ദാറ്റ് ഇസ് ഒറിജിനേറ്റഡ് ഫ്രം വിച്ച് ലാറ്റിൻ വേർഡ്? ഏത് ലാറ്റിൻ വേർഡ് എന്നാണ്? ആഡ് പ്ലസ് മിനിസ്റ്റർ എന്നാണ് കേട്ടോ. അതിന്റെ അർത്ഥം എന്താണ്? ടു കെയർ ഫോർ അല്ലെ, പരിചരിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക, ആളുകളെ പരിപാലിക്കുക, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നൊക്കെ അർത്ഥം വരുന്ന ലാറ്റിൻ പദമായ ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന വാക്കിൽ നിന്നുമാണ് ഏത് വേർഡ് ഉണ്ടായത്? അഡ്മിനിസ്റ്റർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. അർത്ഥമൊക്കെ എന്താണ്? കോമ വേണ്ടെന്ന് പറഞ്ഞത് ഇവിടെ. ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ ഇല്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടണം കേട്ടോ. ടു മാനേജ് ദ അഫയേഴ്സ്, അത് വേറൊരു അർത്ഥമാണ് കേട്ടോ. 3 വാക്കുകളാണ്. ടു കെയർ ഫോർ, ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, കോമ, ടു മാനേജ് അഫയേഴ്സ്. ഈ 3 അർത്ഥമാണ് കേട്ടോ. ഓറായാലും മതി, ഓറായാലും കുഴപ്പമില്ല. ഓക്കെ, ശരി. ഇനി നമ്മൾ പഠിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക്, അതിനെ കുറിച്ചൊരു ഡെഫിനേഷൻ, 2 ഡെഫിനേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നത് എന്ന് ചോദിച്ചാൽ 2 ഡെഫിനേഷൻസ് ആണ്. ഒന്ന് ഹെർബർട്ട് എ സൈമന്റെ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ ലൂതർ ഗള്ളിക്കിന്റെ ഒരു ഡെഫിനേഷനും പഠിക്കാനുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കാര്യം ഡെഫിനേഷൻ തന്നിട്ട് ഇതാരാണ് പുട്ട് ഫോർവേഡ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ ആരാണെന്ന് നോക്കണം. ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനേഷൻ എന്താണ്, ലൂതർ ഗള്ളിക്ക് എന്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ ആളുടെ നമുക്ക് നോക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. ഇതാണ് ആദ്യത്തെ ഡെഫിനേഷൻ. അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. അതായത് പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വിവിധ ഗ്രൂപ്പുകൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആരുടെ ഡെഫിനിഷൻ ആണ്? ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനിഷൻ ആണ്. എന്താണ് പറഞ്ഞത്? ഒരു കോമൺ ഗോൾസ് അല്ലെ, പൊതുവായിട്ട് ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അവർക്കൊരു പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലെ. പറയാലോ സുഷ? അതായത് ഏതൊരു ഓർഗനൈസേഷനും, അതിപ്പോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഒരു സ്കൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനി ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കും? അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരു കോമൺ ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഗ്രൂപ്പുകൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് ആരുടെ ഡെഫിനേഷൻ ആണ്? ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനേഷൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് എന്താണ് ഒന്നും കൂടി പറയുമെന്നോ? ഒന്നുകൂടി പറയുമ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞത് അഡ്മിനിസ്റ്റർ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്ന്. അതൊരു ലാറ്റിൻ പദമായിട്ടുള്ള ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഉണ്ടായത്. ഓക്കെ, ആ വാക്കിന്റെ അർത്ഥം ഇതാണ്. എന്താണ് അതിന്റെ അർത്ഥം? ടു കെയർ ഫോർ, പരിചരിക്കുക, അല്ലെങ്കിൽ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ആളുകളെ പരിപാലിക്കുക, അല്ലെങ്കിൽ എന്താണ്? ടു മാനേജ് ദ അഫയേഴ്സ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നിങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്കുണ്ടായത്? അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഉണ്ടായത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. രണ്ടാമത് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ആണ് കണ്ടത്. ഹെർബർട്ട് എ സൈമൺ പറഞ്ഞത് ഇതാണ്: പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വിവിധ ഗ്രൂപ്പുകൾ സഹകരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വിവിധ ഗ്രൂപ്പുകളുടെ സഹകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിനെ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്
അല്ലെ. അപ്പൊ ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ വളരെ എന്താണ് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് എന്തുണ്ടാവാൻ പറ്റുള്ളൂ, അവിടുത്തെ ആ ഒരു കോമൺ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഹോസ്പിറ്റലിന് ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഓർഗനൈസേഷനിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പൊ പേഷ്യൻസിന് വളരെ നല്ല ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുക, പിന്നെ മറ്റു ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണ്ടേ. എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം പ്രയത്നിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഗ്രൂപ്പുകള് സഹകരിച്ച്, മനസ്സിലായോ, സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്ന് ആരുടെ ഒരു ഡെഫിനിഷനാണ്? ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനിഷനാണ് അത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ്, വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. കോമൺ ഗോൾസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് വിവിധ ഗ്രൂപ്പുകളുടെ സഹകരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ഹെർബർട്ട് എ സൈമൺ ആണ്. അടുത്ത ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ആരുടെയാണെന്ന് അറിയോ? ലൂഥർ ഗള്ളിക്കിന്റെ ഡെഫിനിഷൻ ആണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇതേ അർത്ഥം തന്നെയാണ് കേട്ടോ വരുന്നത്. അദ്ദേഹം വേറൊരു രീതിയിൽ പറഞ്ഞത് മാത്രം. അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. ആരുടെയാണ്? ലൂഥർ ഗള്ളിക്കിന്റെ. എന്താണ് പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ? കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടു മാനേജ് അഫയേഴ്സ്, അതേ മീനിങ് തന്നെയാണ് കേട്ടോ. ഗെറ്റിംഗ് തിങ്സ് ഡൺ, അതായത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എങ്ങനെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്? വെറുതെ ചെയ്താൽ മതിയോ? പോരാ. പിന്നെ എങ്ങനെ ചെയ്യണം? വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. അതായത് മുൻകൂട്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ലക്ഷ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അതിനെയാണ് എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്ന് നിർവചിച്ചത് ആരാണ്? അത് ലൂഥർ ഗള്ളിക്കാണ്. മനസ്സിലായോ പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. എങ്ങനെ ചെയ്യണം? വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ലക്ഷ്യങ്ങളെ എല്ലാം തന്നെ നിറവേറ്റിക്കൊണ്ട് എന്താണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, മാനേജ് ചെയ്യണം. അതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ലൂഥർ ഗള്ളിക്കാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പൊ അത് രണ്ടുപേരുടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ഭാഗം ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞു പോകുന്നത്. നമുക്ക് മനസ്സിലാക്കി വെക്കാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വേറെ പോയിന്റ്സ് ഒന്നും അതിനകത്ത് പറയുന്നില്ല കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഇറ്റ് ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിന്റെ ഭരണം, അല്ലെ, ഭരണത്തിനെയാണ് ഗവേണൻസ്. എന്താണ്? ഭരണം. ആ ഭരണത്തിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് many healthcare managers and executives who handle individual departments. They are in charge of all the administrative and management functions of the respective department. Dammalato, daanu vaicha madi enna vettikkollu ട്ടോ. They are in charge of all the administrative and management functions of the respective departments. എന്താണ് പറയുന്നത്? ഒരു അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റലിന്റെ ആണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഹു ഹാൻഡിൽ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സ്. അല്ലെ, അവിടെ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റുകളും കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജർമാര്, എക്സിക്യൂട്ടീവുകൾ, ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. മനസ്സിലായോ? അവിടെ ആരൊക്കെയാ വരുന്നത്? ഹെൽത്ത് കെയർ മാനേജേഴ്സ്. എന്താണ്? ചാപ്റ്റർ 46 കേട്ടോ. 46ാമത്തെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവുകളും ഒക്കെ അടങ്ങുന്ന, അതും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സും മാനേജേഴ്സും ഒക്കെ അടങ്ങുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.
തിരിച്ചു പറയുന്നതാണ് രണ്ടാമത്തെ സെന്റൻസ്. ദേ ആർ ഇൻ ചാർജ് ഓഫ് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഓഫ് ദ റെസ്പെക്ടീവ് ഡിപ്പാർട്ട്മെന്റ്. എന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആരുടെ ചുമതലയാണ്? ഈ പറയുന്ന ഹെൽത്ത് കെയർ മാനേജർമാരുടെയും എക്സിക്യൂട്ടീവിന്റെയൊക്കെ ചുമതലയാണ്. അപ്പൊ വലിയ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ, അതായത് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും. അവര് അതുപോലെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടായിരിക്കും വലിയ വലിയ ഹോസ്പിറ്റലിൽ കേട്ടോ. അതേസമയം ചെറിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർമാരുടെ ആവശ്യം വരുന്നില്ല. അവിടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ അഡ്മിനിസ്ട്രേറ്റർമാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, വലുതാവുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള അഡ്മിനിസ്ട്രേറ്റർമാരും അവിടെ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ദ ഡ്യൂട്ടീസ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ ഡിഫർ വിത്ത് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് അതുപോലെ തന്നെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. എല്ലായിടത്തും ഒരുപോലെയല്ല. അതായത് വലിയ ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അതിനനുസരിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടും. അതേസമയം ഒരു ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ എന്താണ്, ചിലപ്പോൾ ഒന്നോ രണ്ടോ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. കാരണം അതിനനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റുകളെ ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ അവിടെ ഹാൻഡിൽ ചെയ്യാനുണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ഹോസ്പിറ്റലിന്റെയും വലുപ്പത്തിനും അതിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി അല്ലെ സങ്കീർണതയ്ക്ക് അനുസരിച്ചിട്ട് അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടിയിലും വ്യത്യാസം ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ്സ്, അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്. അപ്പൊ ആരാണ് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് പറയുന്നത്. ആരാണ് അഡ്മിനിസ്ട്രേറ്റർ? അവര് വന്നിട്ട് ഹോസ്പിറ്റൽ ബോർഡ് എന്ന് വെച്ചാൽ ഗവേണിംഗ് ബോഡീസ് ഉണ്ടായിരിക്കും അല്ലെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹോസ്പിറ്റലിന്റെ. അതുപോലെ തന്നെ മറ്റ് അഡ്മിനിസ്ട്രേറ്റർമാര്, പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കുമല്ലോ. അതുപോലെ മെഡിക്കൽ സ്റ്റാഫുകൾ, ഇപ്പൊ ഡോക്ടർമാര്, നഴ്സുമാര്, മറ്റനുബന്ധ ജീവനക്കാര്, അവരൊക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അവരൊരു വിഭാഗത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരല്ലാന്ന്. ഇവരെല്ലാവരുമായിട്ടും ഒരു സമ്പർക്കം വരുന്ന, ഒരു കോണ്ടാക്ട് വരുന്ന ഒരു വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം. They organize hospital activities and prepare its overall policies. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. They organize hospital activities and prepare its overall policies. എന്താണ് ചാപ്റ്റർ നെയിം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു എന്താ പറയാ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് നയങ്ങൾ അല്ലെ, ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ നയങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അവരുടെ ഡ്യൂട്ടീസ് ആണ് കേട്ടോ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ വേറൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെ വേറൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. അവിടെ കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇവിടെ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും അതിന്റെ ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർമാരാണ് കേട്ടോ. പിന്നെ നോക്കൂ, സം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ ഇൻ ചാർജ് ഓഫ് ഹയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്, carrying out employee evaluations and directing staff meetings. അതുകൂടാതെ ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പറയുന്ന പോലെ ഡോക്ടർമാരെ തെരഞ്ഞെടുക്കാം. ഹയറിംഗ് ഡോക്ടേഴ്സ് കുറച്ചുകൂടെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അതായത് ഡോക്ടർമാരെ തെരഞ്ഞെടുക്കാം, മറ്റ് സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കാം, പിന്നെ എന്താ പറയുക ജീവനക്കാരെ വിലയിരുത്തുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് മീറ്റിങ്ങുകളൊക്കെ ഡയറക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ചില ചുമതലകളും ആർക്ക് കൊടുക്കാറുണ്ട്? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വരാറുണ്ട്. അത്തരത്തിലുള്ള ചുമതലകളും അവർക്ക് വരാറുണ്ടെന്ന് മനസ്സിലാവും. അവർക്ക് ഇന്ന ഡ്യൂട്ടി എന്ന് നമുക്കൊരു കൃത്യമായിട്ടൊരു ഡ്യൂട്ടി അവർക്ക് അസൈൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിന്റെ വലിപ്പത്തെയും സങ്കീർണതയ്ക്ക് അനുസരിച്ച് ആ ഡ്യൂട്ടികളിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ചിലവരെ സംബന്ധിച്ച് എന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ ഉണ്ടാക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, അങ്ങനെ ഡ്യൂട്ടീസ് അവർക്ക് വരാറുണ്ട്. മറ്റു ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യുക, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുക, അതുപോലെ അവരെ ഇവാലുവേറ്റ് ചെയ്യാം, പിന്നെ ഈ പറയുന്ന പോലെ അവർക്കായിട്ടുള്ള സ്റ്റാഫ് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, അങ്ങനെയുള്ള ചുമതലകളും അവർക്ക് വരാറുണ്ട്. പിന്നെന്താണ്? They may also be accountable for the hospital's public relations and fundraising programs.
അതുകൂടാതെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസ്, പിന്നെ ഈ പറയുന്ന ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ് അല്ലെ, ധനസമാഹരണ പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇവർക്ക് ചുമതലകളുണ്ട്. ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർമാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലും അവർക്ക് എന്ത് വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്ന പല പല ഡ്യൂട്ടീസ് അവർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, since the administrators develop programs for teaching and research in hospitals, they have to keep up with the latest advances in medicine. അതുകൂടാതെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർ ഈ പറയുന്ന റിസർച്ച്, അതുപോലെ തന്നെ ടീച്ചിങ്, അങ്ങനെയുള്ള പ്രോഗ്രാംസുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ അവർ കുറെ അപ് ടു ഡേറ്റ് ആണ്, ഔട്ട്ഡേറ്റഡ് അല്ല, അപ് ടു ഡേറ്റ് ആണ്. പുതിയതായിട്ട് വരുന്ന ഒരു മെഡിസിനിൽ വരുന്ന പുതിയ ആശയങ്ങൾ, അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അവരെന്താണ്, അപ് ടു ഡേറ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവരെപ്പോഴും എന്താണ്, അറിവുള്ളവരായതുകൊണ്ട് ഈ പറയുന്ന ടീച്ചിങ്, റിസർച്ച് മേഖലകളിലൊക്കെ അവർ അതിനൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ എന്ത് ചെയ്യണം, മെഡിസിനിൽ ഉണ്ടാകുന്ന ചില നൂതന മാറ്റങ്ങളൊക്കെ അവര് നിലനിർത്തിക്കൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനൊത്ത് അവരും മാറണം അല്ലെ, അവരും അതിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തണം അവര്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡെവലപ്പ് പ്രോഗ്രാംസ് ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റൽസ്. They have to keep up with the latest advances in medicines. മനസ്സിലായോ, മെഡിസിനിലൊക്കെ ഉണ്ടാവുന്ന നൂതനമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, അവര് കീപ്പപ്പ് ചെയ്ത് പോകണം. അത്തരം കാര്യങ്ങളൊക്കെ അവര് നിലനിർത്തിക്കൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. മനസ്സിലായോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റി അല്ല, അതൊരു എന്താ പറയുക, ഹോസ്പിറ്റലിന്റെ സൈസും കോംപ്ലക്സിറ്റി അനുസരിച്ച് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസിലൊക്കെ വ്യത്യാസം വരാണ്. ചില അഡ്മിനിസ്ട്രേറ്റർമാരെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള നയങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അത് നടപ്പിലാക്കുക, അത് ഓർഗനൈസ് ചെയ്യുക, അങ്ങനെ കുറെ ഡ്യൂട്ടീസ് വരും. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ഡോക്ടേഴ്സിന്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകള്, നഴ്സുമാര്, അവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക, അവർക്ക് വേണ്ട മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക, അവരെ വിലയിരുത്തുക, അങ്ങനെ ചില ഡ്യൂട്ടീസുകൾ അവർക്ക് വരാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസ്, ഫണ്ട് റേസിംഗ് പ്രോഗ്രാമുകളിലൊക്കെ ഉള്ള ചുമതലകൾ വരാറുണ്ട്. പിന്നെ ഈ പറയുന്ന റിസർച്ച്. എന്താണ് പ്രശ്നം, വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുകയാണോ? ക്ലാസ് മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ ക്ലാസ്? ഓക്കെ. ആ, എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യണ്ട. നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ആ, ഇതൊക്കെ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാം. ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യണം എന്ന് പറയുന്ന ഭാഗങ്ങളില്ലേ, അത് നിങ്ങൾ പ്രത്യേക നോട്ട് ചെയ്ത് പഠിക്കണം. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെയുള്ളതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ പറയുന്ന റിസർച്ച്, ടീച്ചിങ്, അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഈ മെഡിസിനിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം അവര് എന്താണ് പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തതിൽ എന്താ പറയുന്നത്, ലാർജ് ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമ്പോൾ അവിടെ അതിനനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും, അവരെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ. ഓക്കെ, ഇനി നോക്കൂ, ഈ ഒരു സെന്റൻസ് നമുക്ക് ആവശ്യമില്ല കേട്ടോ, അതൊന്ന് വെട്ടിക്കളഞ്ഞേക്ക്. when one administrator is in charge overall എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഇല്ല, അവിടെ ആവശ്യമില്ല കേട്ടോ. അത് വേറൊരു ഇതായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് വായിക്കാം, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അതായത് ഈ ഒരു സെന്റൻസില് അതൊന്ന് വെട്ടിക്കളഞ്ഞേക്ക് കേട്ടോ. അടുത്ത സെന്റൻസ് വായിക്കാം. ഇൻ സ്മോളർ ഹോസ്പിറ്റൽസ് one administrator may be in charge of a number of departments or even of the entire hospital. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു കേട്ടോ. അതായത്
ചെറിയ ഹോസ്പിറ്റലാകുമ്പോൾ എന്താണ്, അവിടെ ചിലപ്പോൾ ഒരേ ഒരു അഡ്മിനിസ്ട്രേറ്റർമാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം അവിടെ അതിന് മാത്രം ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ്സുകളൊന്നും ഉണ്ടാവില്ല ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ആവശ്യം വരുള്ളൂ. അവരായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിന്റെ എൻറ്റയർ അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ ചുമതല ആർക്കായിരിക്കും, ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ നോക്കാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ അഡ്മിനിസ്ട്രേറ്റർ മേ അസസ് the budgets for these departments and give the final approval to hiring recommendations. അതായത് ഈ അഡ്മിനിസ്ട്രേറ്റർമാര് ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ അസസ് ചെയ്യും, വിലയിരുത്തും. അത് കൂടാണ്ട് എന്താണ്, പുതിയ ചില റെക്കമെൻഡേഷൻസ് നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോൾ അതിനൊരു ഫൈനൽ അപ്രൂവൽ, ഫൈനൽ അനുവാദമൊക്കെ കൊടുക്കുന്നത് ആരാണ്, അഡ്മിനിസ്ട്രേറ്റർമാര് ആയിരിക്കും. മനസ്സിലായോ? അതായത് ചെറിയ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ അങ്ങനെയായിരിക്കും. വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവുമല്ലോ, അപ്പൊ അവരെല്ലാവരും കൂടെ സഹകരിച്ച് ആലോചിച്ചിട്ടാണ് ഒരു ഫൈനൽ ഡിസിഷൻ അവിടെ തീരുമാനിക്കും. മനസ്സിലായോ? ഇതൊക്കെ ജനറൽ കാര്യം. നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഏത് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയണം ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ടു ടേക്ക് കെയർ, ടു കെയർ ഫോർ, അല്ലെങ്കിൽ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഈ അർത്ഥങ്ങൾ വരുന്ന ലാറ്റിൻ പദം ആഡ് പ്ലസ് മിനിസ്റ്റർ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ രണ്ട് ഡെഫിനിഷൻസ്, ഒന്ന് ഹെർബർട്ട് സൈമന്റെ ഡെഫിനിഷനും ലൂതർ ഗെർലിക്കിന്റെ ഡെഫിനിഷനും. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അതും നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ പഠിച്ചു വെക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നതൊരു ചെറിയ സെന്റൻസിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഭരണം, ഒരു ഹോസ്പിറ്റലിന്റെ ഭരണമാണെന്ത് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറയാം, അത് നോട്ട് ചെയ്യാം. അതുപോലെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹെൽത്ത് കെയർ മാനേജർമാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവുകളും ഒക്കെ അടങ്ങുന്നതാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം. ഓക്കെ, അതവിടെ പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഹു ഹാൻഡിൽ ദ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളും അടങ്ങുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത്രയും നിങ്ങൾ അവിടെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനും കോംപ്ലക്സിറ്റിക്കും അനുസരിച്ച് ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടിയിൽ വ്യത്യാസം ഉണ്ടാവും. പല ഡ്യൂട്ടികൾ അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ കുറെ ഡ്യൂട്ടികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. വേറൊരു ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്, ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്, വേറൊരു ചാപ്റ്ററിനകത്തും വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മനസ്സിലാക്കി വെക്കുക, വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും, അതുപോലെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടായിരിക്കും. അതേസമയം ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോഴോ അവിടെ ചിലപ്പോൾ ഒരൊറ്റ അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരാൾക്കായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ ചുമതല ഉണ്ടായിരിക്കും. കാര്യം അവിടെ അത്രയല്ലേ ഉള്ളൂ, അത്രയുള്ള വലിപ്പം ഇതൊക്കെയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ഇനി അടുത്തത് കേട്ടോ, അടുത്തതൊക്കെ ഇമ്പോർട്ടന്റ് താങ്കളാണ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് എലമെന്റ്സ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കൂ, അവിടെ ഒരു അബ്രിവിയേഷൻ കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് കോർപ്പ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് പോസ്റ്റ് കോർപ്പ്? എന്താണ് പോസ്റ്റ് കോർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പോസ്റ്റ് കോർപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പറയുന്ന മാനേജ്മെന്റ് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലകളിലൊക്കെ നമ്മൾ എന്താ പറയാ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചുരുക്ക രൂപം, അതാണ് പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്നത്. അതിൽ പി എന്ന് സൂചിപ്പിക്കുന്നത് പ്ലാനിങ് ആണ്. ഒ എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. ഒ എന്താണ്? ഓർഗനൈസിങ് ആണ്. എസ് എന്താണ്? സ്റ്റാഫിങ്. ഡി എന്താണ്? ഡയറക്റ്റിംഗ്. എന്താണ്? ഡയറക്റ്റിംഗ്. അടുത്തത് സിഒ ആയിട്ട് എടുക്കണം കേട്ടോ. സിയും ഒയും സെപ്പറേറ്റ് അല്ല. സിഒ എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേറ്റിംഗ്. എന്താണ്? കോർഡിനേറ്റിംഗ്. ഓക്കെ. ആർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? റിപ്പോർട്ടിംഗ്. ആർ എന്താണ്? റിപ്പോർട്ടിംഗ്. ബി എന്താണ്? ബഡ്ജറ്റിംഗ്. ഇതാണ് എന്ത്? അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾ പോസ്റ്റ് കോർപ്പ് എന്നുള്ള ആ ചുരുക്കപ്പേര് ഓർത്തു വെച്ചാൽ മതി. നമ്മൾ പൊതുവെ പോസ്റ്റ് കോർപ്പ് എന്നാണ് പറയുക. അത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല കേട്ടോ, ഏതൊരു അഡ്മിനിസ്ട്രേഷന്റെയും എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോസ്റ്റ് കോർപ്പാണ്. പി ഫോർ പ്ലാനിങ് ആണ്. ഓക്കെ. എസ് ഒ എന്താണ്? ഒ എന്താണ്? ഓർഗനൈസിങ്. ഓക്കെ. എസ് എന്താണ്? സ്റ്റാഫിങ്. ഡി എന്താണ്? ഡയറക്റ്റിംഗ്.
ഓക്കെ. സിഒ എന്താണ്? കോർഡിനേറ്റിംഗ്. ആർ എന്താണ്? റിപ്പോർട്ടിംഗ്. ബി എന്താണ്? ബഡ്ജറ്റിംഗ്. ഇതാണ് ഏതൊരു അഡ്മിനിസ്ട്രേഷന്റെയും എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. എന്താണ് പ്ലാനിങ്, എന്താണ് ഓർഗനൈസിങ് എന്നൊക്കെയുള്ളത് നമ്മൾ ഇനി കാണാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് പ്ലാനിങ്. പോസ്റ്റ് കോർബില് പി ആണ് നമ്മൾ ആദ്യം പറയുന്നത്. പ്ലാനിങ് കേട്ടോ. പ്ലാനിങ് എന്താണ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്? ആസൂത്രണം ചെയ്യാം. ഇപ്പൊ നമ്മളായാലും എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ? ഒരു പ്ലാനിങ്ങിലല്ലേ നമ്മൾ എന്ത് കാര്യം ചെയ്യാം. പ്ലാനിങ് പോലെ നടക്കോ നടക്കില്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ട്. എന്ത് നിസ്സാര കാര്യമാണെങ്കിൽ പോലും അല്ലെ? നമ്മളൊരു പഠിക്കുന്ന, നമ്മളൊരു ജോലി ചെയ്യാന്, എന്തിനു പറയുന്നത്? ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നത്, ഞാനൊരു പ്ലാനിങ്ങിലാണ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഇത്ര സമയത്തിൽ ഇത്ര ഭാഗങ്ങൾ എടുക്കണം, ഇന്ന കാര്യങ്ങൾ പറയണം, ഇന്ന പോയിന്റുകളൊക്കെ അവിടെ അവതരിപ്പിക്കണം എന്നുള്ള എനിക്കൊരു പ്ലാനിങ് ഉണ്ട്. ആ ഒരു പ്ലാനിങ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും അല്ലെ? ഇപ്പൊ നിങ്ങളൊരു കോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊരു കാര്യത്തിനും ഉണ്ട് ഒരു പ്ലാൻ. പക്ഷെ അതുപോലെ നടക്കോ നടക്കില്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ പ്ലാനിങ് വേണം. ഓക്കെ, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാല്? പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് needed to gain a desired goal. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇവിടെ ഒന്നും ഫുൾ സ്റ്റോപ്പും കുത്തും കോമയൊന്നും ഇല്ല. അപ്പൊ ഒന്നിച്ചെന്ന് വായിച്ചു പോകരുത്. ഗോൾ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് about the activities needed to gain a desired goal. It is the first and foremost activity to attain the desired result. എന്താണ് പറയുന്നത്? ഒരു ഡിസൈഡ് ഗോൾ അല്ലെ? ഒരു ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആഗ്രഹിച്ച ലക്ഷ്യം അല്ലെ? ഒരു ഡിസൈഡ് ഗോള് നേടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയ. ഓൺലി തിങ്കിങ് മാത്രമാണ് അവിടെ നടക്കുന്നത്. വേറെ ഒന്നും അവിടെ ചെയ്യുന്നില്ല നമ്മള്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായാലും പ്ലാൻ ചെയ്യാം, ഒരു തിങ്കിങ് ചെയ്യാം അല്ലെ? ഒന്ന് തിങ്ക് ചെയ്യാം, അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്തിക്കാം, ഓൺലി തിങ്കിങ് മാത്രമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. നമ്മുടെ മനസ്സിൽ ഒരു തിങ്കിങ് ഉണ്ടായിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെയിൻ ദ ഡിസൈഡ് ഗോൾ അല്ലെ? നമ്മൾക്ക് ഒരു ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ചോദിക്കാട്ടോ, വാട്ട് ഈസ് പ്ലാനിങ് എന്ന് ചോദിച്ചാൽ ആ സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെന്താണ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ദ ഡിസൈഡ് റിസൾട്ട്. അപ്പൊ നമുക്കൊരു ഡിസൈഡ് റിസൾട്ട്, നമുക്കൊരു ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് അല്ലെങ്കിൽ ഒരു ഫലപ്രാപ്തി നേടുന്നതിന് ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്തൊരു പ്ലാനിങ് വേണ്ടേ നമുക്ക്? എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ആണ് കേട്ടോ. ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലേ? പറഞ്ഞു സിമ്പിൾ അല്ലേ? ഓക്കെ, പ്ലാനിങ് ക്ലിയർ ആണല്ലോ. പി എന്താന്ന് നോക്കിയാണല്ലോ. ശരി, ഇതിന് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയുന്നോട്ടാ. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തല്ല, ലൈവ് ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് ആണെങ്കിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം പറയാറുണ്ട് കേട്ടോ. അപ്പൊ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഓ എന്താണ്? ഓർഗനൈസിങ് കേട്ടോ. ഓ എന്താണ്? ഓർഗനൈസിങ്. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സംഘാടനം അല്ലെ? സംഘടിപ്പിക്കുക. അപ്പൊ പ്ലാൻ ഒക്കെ ചെയ്തു, മനസ്സിലൊരു പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഓൺലി തിങ്കിങ് ആണ് അവിടെ നടക്കുന്നത്. തിങ്കിങ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ തിങ്ക് ചെയ്ത പ്രകാരം നമുക്ക് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം അല്ലെ? മീൻസ് സംഘടിപ്പിക്കണം. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓർഗനൈസിങ് ട്ടോ. എന്താണ്? ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് എ ഫേംസ് റിസോഴ്സസ് in order to execute its plans. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു അല്ലെ? അപ്പൊ ആ പ്ലാൻ പ്രകാരം എന്താണ്? കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും നമ്മൾ എന്ത് ചെയ്യാണ്? കോർഡിനേറ്റ് ചെയ്യാണ് അല്ലെ? ഏകോപിപ്പിക്കുകയാണെങ്കിൽ അലോക്കേറ്റ് ചെയ്യാണ്. അലോക്കേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം കോർഡിനേറ്റ് ചെയ്യാം. ഏകോപിപ്പിച്ച് എന്താണ്? ഒരുമിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ് സംഘാടനം എന്നാണ് അവർ പറയുന്നത്. എന്താണ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന്, അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളതും ഉണ്ടാവും നമുക്ക്. അപ്പൊ ആ ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സംഘടിപ്പിക്കണം അല്ലെ? ആ ആളുകളെയൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ്. അപ്പൊ നോക്കൂ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ, പൊസിഷൻസ്, ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം.
അതെന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകള്, അതുപോലെ പൊസിഷൻസ്, ഡിപ്പാർട്ട്മെന്റ്സ്, അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഘടന, ഒരു സ്ട്രക്ചർ വികസിപ്പിക്കുക എന്നുള്ളത് ഓർഗനൈസിംഗിൽ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തനമാണ്. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ആളുകളെ സംഘടിപ്പിക്കണം അല്ലെ? അതുപോലെ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ചില ഡിപ്പാർട്ട്മെന്റുകളെ ആയിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടത് അല്ലെ? ചിലപ്പോൾ ചില പൊസിഷനിൽ പെട്ടിട്ടുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളെ ആയിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ആളുകള്, അവരുടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്, ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ഘടന, ഒരു സ്ട്രക്ചർ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് ആണ് ഇതൊക്കെ. ഇതിനൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്ലാൻ നടപ്പിലാക്കുന്ന പ്രോസസ്, ദാറ്റ് ഈസ് കോൾഡ് ഓർഗനൈസിങ്. ക്ലിയർ? ഓക്കെ ആണല്ലോ ഓർഗനൈസിങ് എന്താണെന്നുള്ളത്. അടുത്തതാണ് എസ്. എസ് എന്താണ്? സ്റ്റാഫിംഗ് ആണ്. അപ്പൊ എന്താണ് സ്റ്റാഫിംഗ്? ഇനി എന്ത് വേണം? അപ്പൊ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു. ഇനി എന്ത് വേണം നമുക്ക്? അതിനാവശ്യമായിട്ടുള്ള, അതിന് യോഗ്യരായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പൊ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ഒരു ഇത് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള, അതിന് അനുയോജ്യരായിട്ടുള്ള യോഗ്യതയുള്ള ആൾക്കാരെ നമുക്ക് വേണമല്ലോ. അത് തന്നെയാണ് അവിടെ സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് the right to worker with apt qualifications, appropriate qualifications or experience and recruiting them to fill a job position or role. എന്താണ് സ്റ്റാഫിംഗിൽ നമ്മൾ ചെയ്യുന്നത്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള യോഗ്യതയുള്ളവരും, അതുപോലെ അനുഭവ സമ്പത്തും വേണം അല്ലെ? നമുക്ക് എക്സ്പീരിയൻസ് വേണം, അനുഭവ സമ്പത്തുമുള്ള ഏറ്റവും അനുയോജ്യരായിട്ടുള്ള തൊഴിലാളികൾ, അങ്ങനെയുള്ള ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്? തെരഞ്ഞെടുക്കുകയാണ്. അവരെ കണ്ടെത്തിയിട്ട് നമ്മളൊരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ഒരു റോള് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് സൂചിപ്പിക്കുന്നത് അല്ലെ? നമുക്ക് അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക, എന്നിട്ട് ആ ഒരു കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ജോബ് ചെയ്യാൻ പറ്റിയ ആൾ ആരാണ്, അതിൽ ഏറ്റവും ക്വാളിഫൈഡ് അനുഭവ സമ്പത്തുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യാണ്? റിക്രൂട്ട് ചെയ്യാണ്, തെരഞ്ഞെടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ. ശരിയായിട്ടുള്ള തൊഴിലാളിനെ കണ്ടുപിടിക്കണം, with appropriate qualification or experience and recruiting them to fill a job position or a role. Okay, clear ആണല്ലോ? അടുത്തത് എന്താണ്? ഡയറക്റ്റിംഗ്. എന്താണ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരെ നമ്മൾ മുന്നോട്ട് നയിക്കുക അല്ലെ? നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ നമ്മൾ മുന്നോട്ട് നയിക്കുക. നമ്മൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എലമെന്റ്സ് ആണ് കേട്ടോ. അപ്പൊ പ്ലാനിങ് നമ്മൾ കണ്ടു, ഓർഗനൈസിങ് കണ്ടു, സ്റ്റാഫിങ്ങും കണ്ടു. അടുത്തത് എന്ത് ചെയ്യണം? സ്റ്റാഫിനൊക്കെ തെരഞ്ഞെടുത്ത പിന്നെ അടുത്ത പരിപാടി എന്താ? അവരെ ഡയറക്റ്റ് ചെയ്യണം അല്ലെ? അവരെ കറക്റ്റ് ആയിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവരെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് അടുത്ത സ്റ്റെപ്പ്, ഡയറക്റ്റിംഗ്. ഓക്കെ, നോക്കിയേ. Directing is a process in which the managers direct, guide and oversee the performance of the workers to attain the goals already determined. അല്ലെ? അപ്പൊ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള വർക്കേഴ്സിന് അല്ലെ, നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജീവനക്കാർ, തൊഴിലാളികളുടെ പ്രകടനത്തിന് ആ ഒരു പ്രകടനം നമ്മൾ എന്ത് ചെയ്യുക? ഓവർസീ ചെയ്യുക അല്ലെ? അവരെ അതിനെ നിരീക്ഷിക്കുക, അതിനെ മേൽനോട്ടം വഹിക്കുക, അവർ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുക, മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ആരാണ് അവർക്ക് വേണ്ടി ഡയറക്ഷൻ കൊടുക്കുന്നത്? മാനേജർമാരാണ് അല്ലെ? നമ്മൾ പറഞ്ഞില്ല, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മാനേജർമാരെ, എക്സിക്യൂട്ടീവുകളൊക്കെ അടങ്ങുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. ആ മാനേജർമാർ എന്ത് ചെയ്യും? ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ആ ജീവനക്കാരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. ഓക്കെ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും, അതുപോലെ അവരുടെ പെർഫോമൻസിന്, അവരുടെ പ്രകടനത്തിനെയൊക്കെ എന്ത് ചെയ്യണം? നേതൃത്വം വഹിക്കും അല്ലെ? അതിനൊക്കെ മേൽനോട്ടം വഹിക്കാം. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാണ്ടാ. ചോദിക്കും, the process in which the managers direct, guide and oversee the performance of the workers to attain the goals already determined. ഏത് എലമെന്റ് ആണത്? ഡയറക്റ്റിംഗ് ആണ്. അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നോക്കാം, ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട്, ഹൃദയം അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റിംഗ് ആണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഡാഷ് ഇസ് ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഡയറക്റ്റിംഗ് അല്ലെ? ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എലമെന്റ്
മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ടാണ്, ഹൃദയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് ആലോചിക്കുക, ശരിയല്ലേ? നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, സ്റ്റാഫിങ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഭൗതികമായിട്ടുള്ള സാധനങ്ങളായി. പക്ഷെ ഇതെല്ലാം കയ്യിലെല്ലാ സാധനങ്ങളും ആയി. പക്ഷെ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിൽ ലക്ഷ്യം നേടണമെങ്കിൽ ഈ കയ്യിൽ കിട്ടിയ എല്ലാ റിസോഴ്സസും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഈ പ്രവർത്തനം നടക്കുന്നത് ഡയറക്റ്റിങ്ങിലൂടെയാണ്, അല്ലെ? പ്ലാനിങ് ഉണ്ട്, നമ്മൾ ചിന്തിച്ചു വെച്ചു, അതിനെ പറ്റിയ ആൾക്കാരെയൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തു, അതിന് യോഗ്യരായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ തെരഞ്ഞെടുത്തു, ഒക്കെ ആയിട്ടുണ്ട്. എല്ലാ റോ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലായിട്ടുണ്ട്. പക്ഷെ എന്ത് വേണം? നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് ലക്ഷ്യം കിട്ടുള്ളൂ. ആ ഒരു പ്രവർത്തനം എവിടെയാണ് നടക്കുന്നത്? ഡയറക്റ്റിങ്ങിലാണ് നടക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഡയറക്റ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് കോർഡിനേറ്റിംഗ്, അല്ലെ? കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഏകോപിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, എന്ത് ചെയ്യണം? അപ്പൊ എല്ലാവരും ഓക്കെ, എല്ലാവരുടെ വർക്കൊക്കെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് വേണം? ഇവര് തമ്മിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം, വേണ്ടേ? അല്ലാണ്ട് എല്ലാവരും ഒറ്റയ്ക്കും തെറ്റയ്ക്കും നിന്നിട്ട് വർക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എല്ലാവരും ഒരുപോലെ ഒരു കോർഡിനേഷനോട് കൂടി പ്രവർത്തിച്ചാലാണ് നമുക്ക് ആ ഒരു ലക്ഷ്യം കിട്ടുള്ളൂ. ഓക്കെ, അതാണ് കോർഡിനേറ്റിംഗ്. കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ, integration, synchronization of the efforts of group members so as to give the unity of action in the pursuit of common goals. കിട്ടിയോ കോർഡിനേറ്റിംഗ് എന്താണെന്ന്? അതായത് യൂണിഫിക്കേഷൻ, അല്ലെ? ഏകീകരണത്തോടും, ഇന്റഗ്രേഷൻ എന്താണ്? സംയോജനത്തോടും, അതുപോലെ സിൻക്രണൈസേഷൻ, ഇത് തന്നെ കോർഡിനേറ്റിംഗ്, ഏകോപനത്തോടും കൂടിയിട്ടുള്ള എന്താണ്? ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ആ ഒരു പ്രവർത്തനം, അല്ലെ? അവരുടെ ഒരു എഫർട്ടിനെയാണ് കോർഡിനേഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ അവര് എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. ഓക്കെ, ആ ഒരു യൂണിഫിക്കേഷൻ, ആ ഒരു ഇന്റഗ്രേഷൻ, ആ സിൻക്രണൈസേഷൻ ഓഫ് ദ എഫർട്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ആ ഒരു പൊതു ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു ഐക്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും, അല്ലെ? ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ എല്ലാവരും നല്ല ഐക്യത്തോടു കൂടി പെരുമാറണം. അപ്പൊ അത് ഏതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്? കോർഡിനേഷനിലൂടെയാണ് ലഭിക്കുന്നത്, അല്ലെ? കോർഡിനേറ്റിംഗിലൂടെയാണ് ഇത് ലഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് എന്ത്? അടുത്ത ഒരു എലമെന്റ് ആണ് 6. എന്താണ്? റിപ്പോർട്ടിംഗ്. എന്താണ് റിപ്പോർട്ടിംഗ്? എന്താണ് റിപ്പോർട്ടിംഗിൽ പറയുന്നത്? Reporting means to the formal system whereby relevant and needed information is furnished to management with the help of reports continuously. എന്താണ് അവിടെ പറയുന്നത്? അതായത് ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, അതായത് തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യാണ്, അല്ലെ? അപ്പൊ നമ്മൾക്ക് കുറെ വിവരങ്ങൾ കിട്ടി, അത് നമ്മൾ ആ മാനേജ്മെന്റിന്റെ അടുത്ത് പോയി നമ്മൾ ഓറലി വെറുതെ പറയുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ കളക്ട് ചെയ്ത വിവരങ്ങൾ എന്ത് ചെയ്യും? ഒരു റിപ്പോർട്ടുകളാക്കിയിട്ടാണ് നമ്മൾ അവർക്ക് മാനേജ്മെന്റിന്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ആ റിപ്പോർട്ടിലൂടെയാണ് മാനേജ്മെന്റിന് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിയല്ലേ? അത്രത്തോളം പ്രാധാന്യമുണ്ട് റിപ്പോർട്ടിന്. അതായത് ഈ വിവരങ്ങളെല്ലാം തന്നെ തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി ഈ വിവരങ്ങൾ ആർക്ക് കൊടുക്കുകയാണ്? മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഫോർമൽ സിസ്റ്റം ആണ്, എന്ന് വെച്ചാൽ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. അത് ശരിക്കും എന്താണ്? നമ്മള് വിവരങ്ങൾ കിട്ടിയത് ഒരു റിപ്പോർട്ട് രൂപത്തിൽ വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അതൊരു ഫോർമൽ സിസ്റ്റം ആണെന്ന് പറയാനായിട്ടുള്ള കാരണം. വെറുതെ പറയല്ല, റിപ്പോർട്ടായിട്ട് നമ്മൾ കൃത്യമായിട്ട് ആ വിവരങ്ങൾ മാനേജ്മെന്റിന് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫോർമൽ സിസ്റ്റം. നോക്കൂ, thus the report is the essence of any management reporting system. അപ്പൊ ഏതൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റിപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം. റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The reports provide the means of checking the performance. ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനായിട്ട്, അവരുടെ ആ ഒരു പ്രകടനം പരിശോധിക്കാനായിട്ട് നമുക്ക് എന്താണ്? റിപ്പോർട്ടുകളിലൂടെ സാധിക്കുന്നു. ശരിയല്ലേ? ഒരു റിപ്പോർട്ട് കിട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ വിവരങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രസ് അവരുടെ കാര്യങ്ങളിലുണ്ട്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഏതൊക്കെ ഭാഗങ്ങളിൽ ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അവരുടെ പ്രകടനം പരിശോധിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതാണ് റിപ്പോർട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫോർമൽ സിസ്റ്റം ആണ്. അതായത് തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടെ നമ്മൾ മാനേജ്മെന്റിന് വിവരങ്ങൾ കൈമാറാണ്. അപ്പൊ അത്തരം റിപ്പോർട്ടുകളിലൂടെ മാനേജ്മെന്റിന് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളിൽ പ്രോഗ്രസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് ആ പ്രകടനത്തെ വിലയിരുത്താനും പരിശോധിക്കാനും അത് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഇനി അടുത്തതാണ് ലാസ്റ്റ് എലമെന്റ് ആണ് ബഡ്ജറ്റിംഗ്. എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് ദ മണി, അല്ലെ? അതാണ് ബഡ്ജറ്റിംഗ്. ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ദ പ്ലാൻ ടു സ്പെൻഡ് മണി. അതായത് പണം ചെലവഴിക്കുന്നതിനുള്ള ഒരു എന്താ പറയാ പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്ന പ്രോസസ്സാണ്. പണം ചെലവഴിക്കുന്നതിനുള്ള ഒരു പ്ലാൻ, അല്ലെ? ആ ഒരു പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പണം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിട്ട് അത് ചെലവഴിക്കാനുള്ള ഒരു പ്ലാൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ പണം ചെലവഴിക്കണം, അല്ലെ? നല്ല രീതിയിൽ, അതായത് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം വരാത്ത രീതിയിലും ആ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട് വേണം പണം ചെലവഴിക്കാൻ. പണം ചെലവഴിക്കാൻ ഇപ്പൊ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. ആ അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ശരിയായിട്ടുള്ള രീതിയിൽ പണം ചെലവഴിക്കാനുള്ള മാർഗങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. ദിസ് സ്പെൻഡിങ് പ്ലാൻ ഇസ് കോൾഡ് എ ബഡ്ജറ്റ്. അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന പ്ലാൻ ഉണ്ടല്ലോ, ആ സ്പെൻഡിങ് പ്ലാൻ, ആ പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിന് പറയും ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ പ്രക്രിയനെ, രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയനെ നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന പ്ലാനിനെ എന്താണ് പറയാ? ബഡ്ജറ്റ് എന്നാണ് പറയുക. ഓക്കെ, the spending plan is called a budget. Okay, ഇനി നോക്കൂ. Making this spending plan allows you to decide in advance whether you will have enough money to do the things you require to do or would like to. എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള പണം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു ബഡ്ജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരിയല്ലേ? ബഡ്ജറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പൈസ വരുമോ, പൈസ നമുക്ക് ആവശ്യത്തിന് കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ, അതിന് ആവശ്യമുള്ള പണം നമുക്ക് കിട്ടുമോ എന്ന് അറിയാനായിട്ട് ഈ ബഡ്ജറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നോക്കൂ. ബഡ്ജറ്റിംഗ് ഈസ് മിയർലി ബാലൻസിങ് ദ എക്സ്പെൻസസ് വിത്ത് ഇൻകം. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? അതായത് വരുമാനത്തിന് ചെലവുമായിട്ട് സന്തുലിതമാക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ബഡ്ജറ്റിംഗ്. നമുക്കറിയാലോ, വരവും ചെലവും ഏകദേശം എന്താക്കാം? ബാലൻസ് ചെയ്ത് നിർത്താം. അതാണ് എന്ത്? ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയുമാണ് അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് ആയിട്ട് വരുന്നത്. എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മള് അഡ്മിനിസ്ട്രേഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു ചുരുക്കെഴുത്ത് പോലെ തന്നെ നിങ്ങൾ പഠിക്കാം. പോസ്റ്റ് കോർപ്പ് ഇത് ഏതൊരു അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ മാത്രമല്ല, ഒരു ബിസിനസ് ആയിക്കോട്ടെ, മറ്റേത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതൊരു അഡ്മിനിസ്ട്രേഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് കോർപ്പാണ്. പോസ്റ്റ് കോർപ്പിൽ പി എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? ഓൺലി തിങ്കിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തിങ്കിങ് ആണ്. അതായത് നമ്മളുടെ ആ ഒരു ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് ഓൺലി തിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് പ്ലാനിങ്. ഓക്കെ, അടുത്തതാണ് ഓർഗനൈസിങ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, നടപ്പിലാക്കുന്നതിന് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്? കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സംഘടിപ്പിക്കുകയാണ് അവിടെ, അല്ലെ? പ്ലാൻ നടപ്പാക്കാനായിട്ട് കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? സംഘടിപ്പിച്ചു വെക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഓർഗനൈസിങ്. മൂന്നാമത്തെ സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗിൽ എന്താ പറയുന്നത്? ഓക്കെ, അതായത് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള, ഏറ്റവും നല്ല യോഗ്യതയുള്ളവരും അനുഭവ സമ്പത്തുമായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുക? റിക്രൂട്ട് ചെയ്യുക, അവരെ തെരഞ്ഞെടുക്കുക. ആ ഒരു പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതൊക്കെ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയി. പ്ലാൻ ഉണ്ടാക്കി, അതുപോലെ ഒരു ഓർഗനൈസിങ് ചെയ്തു, അതുപോലെ സ്റ്റാഫിംഗ് ചെയ്തു വെച്ചു, ആളുകളൊക്കെ തെരഞ്ഞെടുത്തു. അപ്പൊ അതൊക്കെ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ചെയ്യണം, അല്ലെ? അവരെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണം. അതാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ, ഡിസൈഡ് ഗോൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വർക്കേഴ്സിന്, മാനേജർമാർ എന്ത് ചെയ്യാണ്? കൃത്യമായിട്ട് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. അവരെ ഡയറക്റ്റ് ചെയ്ത്, അവരെ ഗൈഡ് ചെയ്ത് അവരുടെ ആ ഒരു പെർഫോമൻസിനെ എന്താണ് സഹായിക്കുകയാണ്, അല്ലെ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹൃദയമാണെന്നാണ് പറയുന്നത്, ഹാർട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കോർഡിനേഷൻ ആണ്. എന്ന് വെച്ചാൽ കോർഡിനേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരെല്ലാവരും വളരെ യൂണിഫിക്കേഷൻ, അല്ലെ? വളരെ ഏകോപിച്ച്, വളരെ എന്താ പറയാ, ഏകീകരണത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എഫർട്ടിനെയാണ് കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ.
റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ടിംഗ് അതായത് നമ്മൾ തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ വിവരങ്ങൾ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് കൈമാറുന്നത്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പല വിവരങ്ങളും നമുക്ക് ലഭിക്കും അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം നല്ല രീതിയിലാക്കുന്നതിനുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഈ ഇൻഫർമേഷൻ നമ്മൾ അവരോട് വെറുതെ പോയി പറയുകയാണോ ചെയ്യുന്നത്? അല്ല, റിപ്പോർട്ടുകളിലൂടെയാണ് നമ്മൾ അവരെ വിവരം അറിയിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ അതിന് കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് എഴുതി തയ്യാറാണ്. എന്നിട്ട് ആ റിപ്പോർട്ടാണ് നമ്മൾ അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടെ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യാണ്. ഈ മാനേജ്മെന്റ് റിപ്പോർട്ട് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യണം, നിലവിൽ അവരുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് ആ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അത് ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് പരിശോധിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്താണ്? ബഡ്ജറ്റ്. ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും എല്ലാത്തിനും എന്ത് വേണം? ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണം. ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. അതാണ് ആ ഒരു എലമെന്റ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പ്ലാനിങ്, ഒരു രൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലും ഉണ്ട്. അല്ലെങ്കിൽ പണം ചെലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക്. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു നല്ല രീതിയിൽ എങ്ങനെ പണം ചെലവഴിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു പ്ലാനിങ് ആണ് അവിടെ ബഡ്ജറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ആവശ്യമുള്ള പണം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ ഈ പ്ലാൻ നമ്മളെ സഹായിക്കും. ആ പ്ലാനിങ്ങിനെ നമ്മൾ ബഡ്ജറ്റ്, ആ പ്രോസസ്സിനെ ബഡ്ജറ്റിംഗ് എന്നും ആ ഉണ്ടാക്കുന്ന പ്ലാനിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു വരുമാനം, ആ ഒരു എന്താ പറയുക ചെലവും തമ്മിലുള്ള ഒരു ബാലൻസിങ്, ദാറ്റ് ഈസ് കോൾഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും എലമെന്റ്സ് ആണ് അഡ്മിനിസ്ട്രേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ആ ഡെഫിനിഷൻ തന്നിട്ട് ഏത് എലമെന്റ് ആണെന്ന് ചോദിക്കും. പ്ലാനിങ് ആണോ, ഓർഗനൈസിംഗ് ആണോ, സ്റ്റാഫിംഗ് ആണോ, കോർഡിനേറ്റിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവും. ക്ലിയർ ആയോ പറഞ്ഞത്? പിന്നെ ഇത്രയും പോരെ നിങ്ങൾക്ക്? ഇത്രയും മതിയില്ലേ? ഒക്കെയാണ്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാണ് കേട്ടോ. പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അഡ്മിനിസ്റ്റർ എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? ലാറ്റിൻ പദമായിട്ടുള്ള ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന പദത്തിൽ നിന്നുമാണ് അത് ഒറിജിനേറ്റ് ചെയ്തത്. അതിന്റെ മീനിങ് എന്താണ്? ടു കെയർ ഫോർ, പരിചരിക്കുക, അല്ലെങ്കിൽ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, അതായത് ആളുകളെ പരിപാലിക്കുക, അല്ലെങ്കിൽ എന്താ ടു മാനേജ് ദ അഫയേഴ്സ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇങ്ങനെ 3 അർത്ഥം വരുന്ന ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഉണ്ടായത്. ഓക്കെ, ഇനി 2 ഡെഫിനിഷൻസ്. ഹെർബർട്ട് എ സൈമൺ എന്താ പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ ദ കോമൺ ഗോൾസ്. അതായത് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് വിവിധ ഗ്രൂപ്പുകളുടെ സഹകരിച്ചുള്ള പ്രവർത്തനത്തിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ആരാണ് പറഞ്ഞേ? ഹെർബർട്ട് എ സൈമൺ. ഇനി ലൂതർ ഗുള്ളിക്ക് എന്താ പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ആണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വെറുതെ കൈകാര്യം ചെയ്താൽ മതിയോ? അല്ല, വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള എന്താ പറയുക ഒബ്ജക്റ്റീവ്സുകളെ ഫുൾഫിൽ ചെയ്തുകൊണ്ട്, അതിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്, അതിനെ നിറവേറ്റിക്കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ലൂതർ ഗുള്ളിക്കാണ്. പിന്നെ നിങ്ങൾ അറിയണം എന്താണ് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു ഹോസ്പിറ്റലിലെ ഭരണമാണ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും? ഈ പറയുന്ന എന്താ പറയാ ഹെൽത്ത് കെയർ മാനേജർമാരും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എക്സിക്യൂട്ടീവുകളൊക്കെ അടങ്ങുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ ആദ്യത്തെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചു വെച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എലമെന്റ്സ്. അത് നമ്മൾ പോസ്റ്റ് ഫോർം എന്ന് പറഞ്ഞു. P for planning ആണ്, O for organizing, S for staffing, D for directing, CO എടുക്കണം കേട്ടോ, CO ആയിട്ട് എടുക്കണം, coordinating, and R for reporting, and B for budgeting. ഓക്കെ, അത് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പോരെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി കേട്ടോ. ബാക്കിയുള്ളവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ല? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളിയാഴ്ച കാണാം. ഓക്കെ, ശരി കേട്ടോ. താങ്ക് യു.